എല്ലാവർക്കും എക്സഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള മൊഡ്യൂൾ നമ്മൾ നോട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു. ഇനി നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാം. അത് സിവിക്സ് അല്ലെങ്കിൽ പൗരധർമ്മം, അതാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിലാദ്യം വരുന്നതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണം. അപ്പോൾ പൊതുഭരണത്തിനെ കുറിച്ച് എൻ ഗ്ലാഡൻ എന്ന പാശ്ചാത്യ ചിന്തകൻ്റെ വാക്കുകളിൽ നിന്നാണ് ഈ പൊതുഭരണത്തിനെ കുറിച്ചുള്ള പോർഷൻ നമുക്ക് NCERTയുടെ ടെസ്റ്റിൽ തുടങ്ങുന്നത്. പൊതുഭരണം എന്നത് ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അപ്പം അത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കൊട്ടേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കണം. ചിലപ്പോൾ അത് ആരാണ് പറഞ്ഞത് എന്നൊക്കെ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എൻ ഗ്ലാഡൻ്റെ വാക്കുകളാണ് പൊതുഭരണം എന്നത് ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. നമുക്ക് എന്താണ് പൊതുഭരണം എന്ന് നോക്കാം. സർക്കാർ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം, സംഘടിപ്പിക്കൽ, സംവിധാനം, ഏകോപനം, നിയന്ത്രിക്കൽ എന്നിവയാണ് പൊതുഭരണം എന്ന് പറയുന്നത്. ഇന്ന് പൊതുഭരണം എന്നത് ഗവൺമെൻറ്റുകളുടെ നയങ്ങളും പരിപാടികളും നിർണ്ണയിക്കുന്നതിനുള്ള ചില ഉത്തരവാദിത്തങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ പൊതുഭരണം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ ജനങ്ങളുടെ നല്ലതിനു വേണ്ടി, ജനങ്ങൾക്ക് നല്ല ഓരോ സർവീസുകളും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഏകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ ആസൂത്രണം ചെയ്യുന്ന പരിപാടികൾ, ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ പൊതുഭരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെയും ഉന്നമനത്തിനായിട്ട് വേണ്ടിയുള്ളതാണ് പൊതുഭരണം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുഭരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ എടുക്കപ്പെട്ട പ്രതിനിധികളും ഒക്കെ വരുന്നത്. അപ്പം അവരെന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അവർ ഒരു രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഉന്നമനത്തിനായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ, ഓരോരോ പദ്ധതികളും പ്ലാനുകളും ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും അതുവഴി രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ അത് പൊതുഭരണത്തിനെക്കുറിച്ച് നമുക്ക് മെയിനായിട്ടും അത്രയൊക്കെ പറയാനുള്ളൂ. അതിൽ എൻ ഗ്ലാഡൻ്റെ കൊട്ടേഷൻ ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തതാണ് ബ്യൂറോക്രസി. ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുഭരണം പറഞ്ഞു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞു. അതേസമയം ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതല്ലാത്ത ഉദ്യോഗസ്ഥർ ചേരുന്നത്, പല വകുപ്പുകൾ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥർ ചേരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഭരണ സംവിധാനത്തിനെയാണ് നമ്മൾ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അത് തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ല, അല്ലാതെ ഈ പറയുന്ന നമ്മൾ മുമ്പേ പറഞ്ഞ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്ലാൻസും പോളിസീസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ഗ്രൂപ്പാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ശ്രേണിപരമായ സംഘടന. അതായത് ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഒരു ശ്രേണിപരമായിട്ട്, അതായത് നമ്മൾ ഹൈറാർക്കിയൽ ഓർഡർ എന്ന് പറയും. അതായത് എപ്പോഴും ടോപ്പിൽ ഒരാൾ കാണും, അയാളുടെ കീഴിൽ ഒരാൾ കാണും. അങ്ങനെ ഒരു ഓർഡറിലായിരിക്കും അവിടെ എപ്പോഴും തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നത്. എപ്പോഴും ആ ഒരു ഓർഡർ ഫോളോ ചെയ്തു പോകുന്നതാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് പെർമനൻസ് അല്ലെങ്കിൽ സ്ഥിരത എന്ന് പറയും. അതായത് ബ്യൂറോക്രസിയിലേക്ക് വരുന്ന ഒരാൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ ബ്യൂറോക്രസി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരുമൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു ജോലിക്ക് കയറുന്ന ഒരാൾ, അതിപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആവാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആവാം, ഏത് രീതിയിലാണെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി കയറുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അയാളുടെ റിട്ടയർമെൻറ്റ് പ്രായം എത്രയാണോ അതിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും അയാൾ ആ ജോലിയിൽ നിന്ന് മാറുക. അപ്പോൾ പെർമനൻസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ബ്യൂറോക്രസിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ റിട്ടയർമെൻറ്റ് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ ഏജ് വരെ അയാൾക്ക് ആ ജോബിൽ തുടരാൻ സാധിക്കും. അതാണ് പെർമനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. അതായത് ബ്യൂറോക്രസിയിൽ നമുക്കറിയാം, നമുക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും അവിടെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുക. നമുക്കൊരു ഇപ്പം ഒരു ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഗവൺമെൻറ് കീഴിലുള്ള ഒരു ജോലിക്ക് ഒരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നമ്മൾ എക്സാം നടത്തുന്നതന്നെ നമുക്ക് നോക്കാം. PSCയുടെ എക്സാം നടത്തുന്നത് എങ്ങനെയാണ്? 10th ലെവൽ, നമ്മൾ 12th അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എന്നൊക്കെ പറയുമല്ലോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷനാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ് അവിടെ എക്സാം എഴുതുകയും അതുവഴി വിജയിക്കുകയും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പെടുകയും ജോലിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുക. അപ്പം അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, അത് ബ്യൂറോക്രസിയുടെ ഒരു പ്രത്യേകതയാണ്. അത് നമുക്ക് പൊതുഭരണത്തിൽ പറയാൻ പറ്റത്തില്ല. അവിടെ ഒരു ക്വാളിഫിക്കേഷൻ്റെ ബേസിസിലല്ല ഒരാളെ ഇലക്ട് ചെയ്യപ്പെടുന്നതും
അല്ലെങ്കിൽ അയാൾ പൊതുഭരണത്തിൻ്റെ ഭാഗമാകുന്നതും. അതേസമയം ബ്യൂറോക്രസി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ക്വാളിഫിക്കേഷൻ്റെ ബേസിസിലായിരിക്കും ഒരാളെ നിയമിക്കുന്നത്. നാലാമത്തെയാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. അതായത് ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ ഒരു കാരണവശാലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് അയാൾക്ക് പൊളിറ്റിക്കൽ പാർട്ടിയോടുള്ള താല്പര്യമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് അയാൾ എല്ലാ പാർട്ടികളോടും അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും അയാൾ ന്യൂട്രൽ ആയിട്ടായിരിക്കണം നിൽക്കുക. അല്ലാതെ അയാൾക്ക് ഉള്ള പേഴ്സണലി ഉള്ള അയാളുടെ താല്പര്യം ഒരിക്കലും അയാളുടെ ജോലിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് ബ്യൂറോക്രസിയുടെ മറ്റൊരു പ്രത്യേകത. പിന്നെയുള്ളതാണ് പ്രൊഫഷണലിസം. അതായത് അയാൾ ജോലി ചെയ്യുന്നത് ഏത് സ്ഥാപനത്തിലാണോ അല്ലെങ്കിൽ ഏത് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നോ അതിൽ അയാൾ പൂർണ്ണമായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ടും ബ്യൂറോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ സിവിൽ സർവീസ് ആണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുമ്പം അവിടെ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഓൾ ഇന്ത്യ സർവീസ്. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പം ഈ IAS, IPS ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പം ഈ ഓൾ ഇന്ത്യ സർവീസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്, അതായത് ഫാദർ ഓഫ് ഓൾ ഇന്ത്യ സർവീസ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓൾ ഇന്ത്യ സർവീസ് ആക്ട് പാസ്സാക്കിയത് 1951 അതുപോലെ സിവിൽ സർവീസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 21. അപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓൾ ഇന്ത്യ സർവീസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓൾ ഇന്ത്യ സർവീസ് ആക്ട് പാസ്സാക്കിയത് 1951. സിവിൽ സർവീസ് ഡേ എന്ന് പറഞ്ഞ് ആചരിക്കുന്നത് ഏപ്രിൽ 21. ഇപ്പോൾ ഒരു IAS ഓഫീസറിനെ സംബന്ധിച്ച് അയാൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ആകുക എന്നുള്ളതാണ്. അപ്പം ഒരു IAS ഓഫീസറിന് എത്താൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ആകുക എന്നുള്ളതാണ്. എപ്പോഴും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു IAS ഓഫീസർ ആയിരിക്കും ക്യാബിനറ്റ് സെക്രട്ടറി ആവുക. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് NR പിള്ളയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി NR പിള്ള. അതുപോലെ തന്നെ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആകുന്ന ആദ്യ മലയാളിയും അദ്ദേഹം തന്നെയാണ്. അപ്പം മലയാളി ആയിട്ടുള്ള ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറിയും NR പിള്ളയാണ്. അതേസമയം സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് സത്യേന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പം ക്യാബിനറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ആദ്യത്തെ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായത് സത്യേന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ അന്ന മൽഹോത്രയാണ്. അതുപോലെ തന്നെ IAS ഓഫീസറായ ആദ്യത്തെ മലയാളി വനിതയും അവർ തന്നെയാണ്, അന്ന മൽഹോത്ര തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസറും IAS ഓഫീസറായ ആദ്യ മലയാളി വനിതയും അന്ന മൽഹോത്രയാണ്. എന്നാൽ IPS നേടുന്ന ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് കിരൺ ബേദിയാണ്. IPS നേടുന്ന ആദ്യ വനിത കിരൺ ബേദി. അത് മലയാളിയാണെന്നുണ്ടെങ്കിൽ IPS നേടുന്ന ആദ്യ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് R ശ്രീലേഖയാണ്. പിന്നെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബയാണ്. ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള എക്സാം നടത്തുന്നത് UPSCയുടെ കീഴിലാണ് എക്സാം നടത്തുന്നത്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത് വരുന്നതാണ് സെൻട്രൽ സർവീസ്. അതായത് IPS, IAS കൂടാതെ വരുന്ന IFS പോലെയുള്ള സർവീസുകളാണ് സെൻട്രൽ സർവീസിൽ വരുന്നത്. അതും UPSCയുടെ കീഴിലാണ് എക്സാംസ് നടക്കുക. പിന്നെ മൂന്നാമത് വരുന്നത് സ്റ്റേറ്റ് സർവീസ്. അത് ഓരോരോ സംസ്ഥാനങ്ങളുടെ PSCകൾക്കാണ്. ഇപ്പം നമുക്ക് കേരളത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള PSC. അപ്പം കേരള PSC ആയിരിക്കും സ്റ്റേറ്റ് സർവീസിലേക്കുള്ള എക്സാംസ് നടത്തുക. അപ്പം ഓൾ ഇന്ത്യ സർവീസിൻ്റെയും സെൻട്രൽ സർവീസിൻ്റെയും എക്സാംസ് നടത്തുക UPSCയുടെ കീഴിലായിരിക്കും. അതേസമയം സ്റ്റേറ്റ് സർവീസിൻ്റെ എന്ന് പറയുന്നത് അതത് സംസ്ഥാന PSCകളായിരിക്കും എക്സാംസ് നടത്തുക. അടുത്തതാണ് ഗവേണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസ് എന്ന് പറയുന്നത്. ഗവേണൻസ് എന്നാൽ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും അല്ലെങ്കിൽ എല്ലാ ആശയവിനിമയങ്ങളും അങ്ങനെയുള്ള വിവരങ്ങളും വിവിധ തലത്തിലുള്ള പൊതുമേഖലയുടെ വിവിധ തലങ്ങളിലും അതിലുള്ള ആശയവിനിമയ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നടത്തുന്നതിനെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. അതായത് മൊബൈൽ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗവേണൻസ് നടത്തുന്നതിനെയാണ് നമ്മൾ ഗവേണൻസ് എന്നുകൊണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗവേണൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ സർക്കാർ സേവനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം തുടങ്ങിയത് മലപ്പുറത്താണ്. പള്ളിക്കൽ പഞ്ചായത്തിൽ മലപ്പുറത്താണ് കേരളത്തിൽ ആദ്യമായി അക്ഷയ കേന്ദ്രം തുടങ്ങിയത്. കേരള സർക്കാർ രൂപം നൽകിയ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി എന്ന് ചോദിച്ചാലും അക്ഷയ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്. അക്ഷയ ആരംഭിച്ച വർഷം 2002 നവംബർ 18.
അപ്പോൾ ഇത്രയുമാണ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളെ നമുക്ക് സിവിക്സിലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ പറഞ്ഞത്. വളരെ കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്